അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതാണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായ ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ആരാധന അല്ലാഹുവിന് മാത്രം. എന്തേ കാരണം? അല്ലാഹ് പറഞ്ഞു, ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദു. എല്ലാം പടച്ചവൻ അല്ലാഹുവാണ്. പടച്ചവന് മാത്രമേ ആരാധനക്കർഹതയുള്ളൂ. അതിനാൽ അവൻ മാത്രം പടച്ചവനായതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുക. അല്ലാഹ് മാത്രമേ പടച്ചവനുള്ളൂ. ഒരിക്കലും തന്നെ പടപ്പുകളും പടച്ചവനും ഒരുപോലെ അല്ല. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്. പടച്ചവനും പടച്ചവനല്ലാത്തവരും തുല്യമാകുമോ? ഖുർആൻ ചോദിക്കേണ്ട. ഒരിക്കലുമില്ല. അല്ലാഹു മാത്രമാണ് പടച്ചവൻ. ആ പടച്ചവൻ മാത്രമാണ് ഇവിടെ എല്ലാം സൃഷ്ടിക്കുന്നവൻ. അവന് ഖുദ്റത്ത്, ഇറാദത്ത്, സമഅ്, ബസർ, ഇങ്ങനെ തുടങ്ങി കുറേ സിഫത്തുകൾ നമ്മളെ മദ്രസയിൽ വെച്ച് പഠിക്കും. അല്ലാഹു തആല എന്തിനും സ്വന്തം കഴിവുള്ളവനാണ്. വേറെ ആർക്കും സ്വന്തം കഴിവില്ല. എത്ര വലിയ കഴിവുണ്ടെങ്കിലും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് അവരുടെ നാട് അങ്ങനെ തന്നെ എടുത്ത് മറിച്ചും കിട്ടും. അത്ര വലിയ ശക്തിയും കഴിവുള്ള ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് സ്വന്തം ഒരു കഴിവും ഇല്ല. അല്ലാഹു അപ്പപ്പോൾ കൊടുക്കുന്ന കഴിവ് മാത്രമേ ഉള്ളൂ. അല്ലാഹു അപ്പപ്പോൾ കൊടുക്കുന്ന കഴിവേ ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ളൂ. ഒരു നബിക്കും ഒരു വലിയനും ഒരു സാധാരണക്കാരനും ഒരു പണക്കാരനും ഒരു ആരോഗ്യമുള്ളവനും ഒരാൾക്കും ഈ പ്രസംഗിക്കുന്ന ഞാൻ വളരെ ദുർബലനാ, ആർക്കും സ്വന്തമായി ഒരു കഴിവും ഇല്ല. അല്ലാഹുവിന് മാത്രമുള്ളതാണ് സ്വന്തമുള്ള കഴിവ്. അതാണ് വഖുദ്റത്തുൻ ഇറാദത്തുൻ വഗായറത് ഇൽമൻ വഅംറൻ വർദിളാക മാ സബത്. അല്ലാഹു തആല എല്ലാറ്റിനും സ്വന്തം കഴിവുള്ളവനാണ്. അല്ലാഹു സ്വന്തം കേൾക്കുന്നവനാണ്, സ്വന്തം കാണുന്നവനാണ്. നമ്മളൊക്കെ അല്ലാഹു കാണിച്ചിട്ട് കാണുകയാണ്, അല്ലാഹു കേൾപ്പിച്ചിട്ട് കേൾക്കുകയാണ്. അല്ലാഹു തആല കഴിവ് തന്നതുകൊണ്ടുള്ള കഴിവാണ്. സ്വന്തത്തിൽ ഒരാൾക്കും ഒരു കഴിവും ഒരു കാഴ്ചയും ഒരു കേൾവിയും ഒന്നും ഇല്ല.